ഇപ്പത്തി വരാമെന്ന് വെച്ചാൽ അവന്റെ ഒരു മുടിഞ്ഞ പൊരയിടം, വയല് വഴി വരാമെന്ന് വെച്ചാൽ ഇവന്റെ ഒരു മുടിഞ്ഞ പടിക്കെട്ട്. കേറേ കേറ്. അല്ലാതെ നിനക്കും വന്നോ കമ്പി? 10,000 കൊടുത്തപ്പോ വിസയില്ല, നേരെ ചൊവ്വയെ ഒരു വിസ വന്നപ്പോ 10,000 ഇല്ല. ചാറുള്ളപ്പോ ചോറില്ല, ചോറുള്ളപ്പോ ചാറില്ല. നമുക്ക് ആശാന്റെ കയ്യിൽ നിന്ന് കാശ് ഇപ്പൊ മേടിച്ചാ മതിയായിരുന്നു, അല്ലേ ബാല? എന്ത് മണ്ടത്ര കുട്ടിയാലിക്കാ പറയുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല കുട്ടിയാലി. 5 ദിവസം കൊണ്ട് കാശ് ഒപ്പിക്കണം. അല്ല, 2 ദിവസം കൊണ്ട് കാര്യം ശരിയാക്കണം. പിന്നെ 3 ദിവസം വണ്ടിയിൽ ഇരിക്കണം. അല്ലോ, 2 ദിവസമോ? ആ, വണ്ടി കൂലിക്കും ബൈക്ക് ചെലവിനുള്ളത് ഇവൻ ബൈക്കും. കുട്ടിയാലിക്ക് എന്താ പറയുന്നേ? അത് വിറ്റ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് പോലും പൈസ ഇല്ല. എന്റെ അല്ലോ, നമ്മുടെ ഉപ്പുപ്പേ തലശ്ശേരിയിൽ നിന്ന് ഇതിന്റെ പുറത്ത് സവാരി ചെയ്താണ് വള്ളക്കടവിൽ വന്നത്. ഉപ്പുപ്പ മരിച്ചപ്പോ പാപ്പാക്ക് കൊടുത്തു, പാപ്പ മരിച്ചപ്പോ ഞമ്മക്ക് തന്നു. ഇനി ഞമ്മള് മരിക്കുമ്പോ ഞമ്മക്കൊരു മോനുണ്ടാകുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും. എന്ത് ചെയ്യാൻ, കൊടുക്കേണ്ട വന്നു പോയില്ലേ? ഇൻഷാ അല്ലാ ദുബായിൽ നിന്ന് വന്ന ഉടനെ പൊന്നുമല കൊടുത്തെങ്കിലും ഞമ്മൾ ഇവനെ തിരിച്ചു വാങ്ങിക്കും. അറിയാവൂ? 2 ദിവസം. വെറും ഒരു പാവമാ, എന്താന്നാലും ചിരിക്കാനുള്ളത് പറയും. എങ്ങനെയെങ്കിലും പോകാൻ കഴിഞ്ഞെങ്കിൽ കുട്ടിയാലിയുടെ കുടുംബം രക്ഷപ്പെട്ടേന്ന്. അപ്പൊ എടാ, ഈ 10,000-ന് നീ എന്താ തീരുമാനിച്ചേക്കണേ? ബാങ്കിൽ ഒരു 4,000 രൂപയോളം കാണും. എടാ, നീ തരുന്ന ഇത്തിരി ഇന്ന് 1000-ഓളം ഞാനും മിച്ചം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്റെ മോക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കരുതിയതാ. ചേട്ടൻ വിഷമിക്കണ്ട, എന്റെ കഴുത്തിലും കാതിലും ഉള്ളത് ചേട്ടനുള്ളതല്ലേ? അഞ്ച് ദിവസത്തിൽ 3 ദിവസവും യാത്രക്ക് തന്നെ വേണമെന്ന് ദാരം കലത്തി എന്നപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ 2 ദിവസമല്ലേ ഉള്ളൂ ഉമ്മ. 10,000 പിന്നെ വണ്ടിക്കൂലി. അതിന് നമ്മളിങ്ങനെ കുത്തിയൂർന്ന് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ആ, ഈ ഒരു കാര്യം ചെയ്, പെൺപിള്ളേർക്ക് 2 വാങ്ങിയത് അങ്ങോട്ട് വെക്ക്. നസീമ, ഇങ്ങോട്ട് വാ. ബാക്കിയുള്ളത് പിന്നെ ആലോചിക്കണ്ടു. ആലോചിച്ചിരിക്കാണ്ട് ചെല്ലും മോനെ. എന്താ കുട്ടിയാലിക്ക കാശിന്റെ കാര്യമൊക്കെ? ഇത് വാങ്ങിച്ചോണ്ട് വരുമ്പോ നിന്നെ കാണിച്ചതാ. ഇപ്പൊ വിൽക്കാൻ പോകുകയാണ്. ഇതാ കണ്ടു. ഞാൻ എന്ത് പറയാനാ? ബാങ്കിൽ ഉണ്ടായിരുന്ന കുറച്ച് കാശ് ഇതാ എടുത്തോണ്ട് വരിക. ബാക്കിയുള്ളതിന് നള്ളിയുടെ പണ്ടങ്ങളും പിന്നെ ഇതും വിൽക്കണം. ആവുന്നിടത്തോളം കുട്ടിയാലിക്ക് ശരിയാക്കി, ബാക്കിക്ക് ഞാൻ ശ്രമിക്കാം. ഇനി വിൽക്കാൻ പോകുന്നിടത്ത് ഉരച്ചൊരച്ച് അവരെന്താണാവോ തരിക. മക്കളെ, എന്റെ പാറുക്കുട്ടീനെ അറക്കരുത് കേട്ടോ. പാറുക്കുട്ടീനെ നമ്മള് അറക്കാനല്ല, വളർത്താനാ കൊണ്ടുപോണത്. നീ എപ്പോ വന്നു മോനെ? സൈക്കിളിന്റെ ഒച്ച കേട്ടില്ലല്ല. എന്തിനാ ഉമ്മ പശുവിനെ കൊടുത്തത്? തൽക്കാല ആവശ്യങ്ങൾ അതുകൊണ്ട് നടന്നിരുന്നതല്ലേ. എന്നാലും ഇപ്പൊ എല്ലാം കൂടി ആയാ മോനെ. ഉമ്മ, ദാ ചായ.
അപ്പൊ എന്താ ഇങ്ങനെ തീരുമാനിച്ച്? അങ്ങനെ ഒന്ന് കിട്ടിയപ്പോ പോയി കളയാമെന്ന് വിചാരിച്ചു. ഷെരീഫും ശ്രമിക്കുന്നുണ്ടാവും. എന്നാലും ഇതൊരു നല്ല പാർട്ടിയാ. ഷെരീഫ് ആഴ്ചയില് 2 കത്ത് വീതം എഴുതണതാ. ഇപ്പൊ 3 ആഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല. എന്താണാവോ? ഓനോടൊരു കത്ത് എഴുതാൻ പറയണം. ശരിയത്താ. ഹാ, പിന്നെ വഴിച്ചെലവിന് ഇതിരിക്കട്ടെ. പോണ കാര്യത്തില് പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇത്ത ഞങ്ങൾക്ക് വേണ്ടി ദുആ അരക്കണം. പടച്ചോ നല്ലതേ വരുത്തൂ കുട്ടിയാലി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, വരട്ടെ സബറ. പോയി വരും. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. സൈനവ, നസീമ, കുട്ടിയാലിക്ക് പോയിട്ട് വരാം. ദുബായിൽ ചെന്ന ഉടനെ ഞാൻ കത്തയക്കാം. നസീമ, നീ എങ്കിലും നന്നായിട്ട് പഠിക്കണം. ഞാൻ പോയിട്ട് വരാം. ഉമ്മ, ഞാൻ പോകുന്നു ഉമ്മ. അല്ലാഹു എന്റെ മോന് നല്ലത് വരുത്തട്ടെ. കരയല്ലോ. ഇക്കക്ക ദുബായിന്ന് വരുമ്പോ ഒരുപാട് കാശുമായിട്ട് വരും.